ഇന്നലെ കേരളത്തിൽ വമ്പൻ പ്രതിഷേധമായിരുന്നു ED റെയ്ഡുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി വീഡിയോയിൽ ED റെയ്ഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, മൗനം പാലിക്കുന്നു, കുറച്ച് പൂക്കി എക്സ്പ്രഷനൊക്കെ കാണിച്ച് മുമ്പോട്ട് പോകുന്നു എന്നാണ് ന്യൂസ് ചാനലുകാർ പറഞ്ഞതും ആ വീഡിയോയിലൊക്കെ കാണിച്ചതും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഈ ഒരു കുറച്ച് കാലയളവിൽ, ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള കുറച്ച് കാലയളവിൽ ന്യൂസ് ചാനലിൽ എന്തെങ്കിലും വിമർശനങ്ങൾ വന്നാലോ ഒരു ചോദ്യം വന്നാലോ ശരിക്കും അദ്ദേഹം ന്യൂസ് ചാനലുകാരായിട്ട് സംസാരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം അതിന് കൃത്യമായ മറുപടി പറയുകയും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം കൊടുക്കുകയും അതിന് ഈ വിമർശനങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞ് അതൊന്നും അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങൾക്കും ചാനലുകാർക്കും ഒക്കെ ബോധ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം ഒരു ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാറില്ല, അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ നിർത്തി പറയാറുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് രത്തൻ കേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അദ്ദേഹത്തെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് നിയമിച്ചു. അപ്പം അതേപ്പറ്റി കുറേ ആളുകൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നിരത്തുന്നുണ്ടായിരുന്നു, എന്തോ അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ ആയിരുന്നു. ഇവിടെ ആളുകളും ചാനലുകാരും ഒക്കെ കുറേ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ചാനലിൽ മുഖ്യമന്ത്രി വീട്ടിൽ വന്ന സമയത്ത് കൃത്യമായ അതിനുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത് അങ്ങനെയൊന്നും അങ്ങനെ അല്ല എന്നുള്ളത് കാണിച്ച് കൃത്യമായ വിശദീകരണം തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ സന്ദർശനം, അതിലും കുറേ വിമർശനങ്ങളൊക്കെ ന്യൂസ് ചാനൽ ഉയർന്നു. അപ്പോൾ അതും അദ്ദേഹം കൃത്യമായി ചാനലിൽ വാർത്താ സമ്മേളനത്തിൽ വന്നപ്പോൾ കൃത്യമായ അതിനൊക്കെ ഉത്തരങ്ങൾ മറുപടികൾ നിരത്തി അതൊന്നും അങ്ങനെ അല്ലായിരുന്നു എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ ED റെയ്ഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുന്നു. ഒരു 5-6 തവണ ചോദിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിനെ പലതവണ ക്രൂശിക്കുമ്പോൾ കുറേയൊക്കെ സത്യം ബോധിപ്പിക്കാൻ നോക്കും. അപ്പോൾ എത്ര സത്യം ബോധിപ്പിക്കാൻ നോക്കിയാലും വീണ്ടും ഇങ്ങനെ ത്രാസിലേറ്റി തൂക്കുന്നവരോട് പിന്നെ എന്ത് പറയാനാണ് മറുപടി? അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല, കാരണം വീണ്ടും ഇങ്ങനെ ത്രാസിലേറ്റിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മൗനം. ശരിക്കും അവിടെ അദ്ദേഹം വിചാരിച്ച മറ്റൊന്നുമല്ല, അദ്ദേഹം കരുതുന്നത് മറ്റൊന്നുമല്ല, മൗനം വിദ്വാനുഭൂഷണം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ED റെയ്ഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തിന്നവൻ തീർച്ചയായും വെള്ളം കുടിക്കണം.